എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് സീസൺ 2 4-ാം എപ്പിസോഡ് ആരംഭിക്കുന്നത് ജിൻമാനും അദ്ദേഹത്തിന്റെ സംഘവും യോങ്ങിനെയും അവന്റെ കൂട്ടാളികളെയും കുറിച്ച് അന്വേഷിക്കുന്നതോടെയാണ്. കാരണം അവർ ജിയാനെ വേട്ടയാടുകയാണ്. ജിൻമാൻ സ്വയം പോയി ജിയാനെ കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോഴാണ് അവരുടെ ഒളിത്താവളമായ ഷിപ്പിംഗ് യാർഡിന് സമീപം നിരവധി കാറുകൾ എത്തുന്നത്. അത് ജെയും അവന്റെ സംഘവുമാണ്. ജിൻമാനെ ജീവനോടെ പിടികൂടണമെന്ന് ജെ തന്റെ സഹപ്രവർത്തകന്റെ വിവർത്തനത്തിലൂടെ ബെയിലിനോട് പറയുന്നു. എന്നാൽ എന്റെ വഴിയിൽ കയറിയാൽ ആദ്യം മരിക്കുന്നത് നീയായിരിക്കുമെന്ന് ബെയിൽ ജെയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ വിവർത്തനം ചെയ്യുന്ന ആളിന് അത് മനസ്സിലാകുന്നില്ല. ഒരു ഫ്ലാഷ് ബാക്കിൽ കുസനാഗിയും ജെയും അവളുടെ കിടപ്പുമുറിയിലാണുള്ളത്. അവൾക്ക് ഒരാളിൽ നിന്ന് ഫോൺ കോൾ വരുന്നു. ആ അസറ്റ് തിരികെ കൊണ്ടുവരുമെന്ന് അവൾ ഫോണിൽ പറയുന്നു. തുടർന്ന് ജിൻമാനെ പിടികൂടാനുള്ള സംഘത്തെ നയിക്കാൻ ജെയോട് അവൾ നിർദ്ദേശിക്കുകയാണ്. ക്യൂ സമ്മർദ്ദത്തിൽപ്പെടുമെന്ന് അവൾ കരുതുന്നു. എന്നാൽ ജെ എപ്പോഴും ശാന്തനും കണക്കുകൂട്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കുമെന്നാണ് കുസനാഗിയുടെ വിശ്വാസം. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ജെയും സംഘവും ഷിപ്പിംഗ് യാർഡ് മുഴുവൻ പരിശോധിക്കുന്നു. സംഘത്തിലെ ചിലർ ചോൾ സ്യോങ്ങിന്റെ ആക്രമണത്തിന് ഇരയാകുന്നു. അതേസമയം ഹെഡ് ക്വാർട്ടേഴ്സിൽ ക്യൂവും കുസനാഗിയും ദൗത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ബെയിൽ ഒരു ടൈം ബോംബ് പോലെയാണെന്ന് പറഞ്ഞ് ക്യൂ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഈ സംഭാഷണത്തിലൂടെയാണ് ജെ ക്യൂവിന്റെ ഇളയ സഹോദരനാണെന്ന് വെളിപ്പെടുന്നത്. ഷിപ്പിംഗ് യാർഡിൽ റോബോട്ട് നായ റേഡിയോ സിഗ്നലുകൾ കണ്ടെത്തുന്നു. ഇതൊരു കെണിയാണെന്ന് ബെയിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും അവർ അകത്ത് കയറാൻ തീരുമാനിക്കുന്നു. അവർ അകത്ത് കയറിയ ഉടൻ ചോൾ സ്യോങ് ഒരു ഗ്രനേഡ് എറിഞ്ഞ് ഷിപ്പിംഗ് കണ്ടെയ്നറിന്റെ വാതിലടയ്ക്കുകയാണ്. അതോടെ അവർ അകത്ത് കുടുങ്ങിപ്പോകുന്നു. മറ്റൊരു മാർഗമില്ലാത്തതിനാൽ അവർ കൂടുതൽ അകത്തേക്ക് നീങ്ങുന്നു. ഒടുവിൽ അവർ പല സംഘങ്ങളായി പിരിയുകയാണ്. ജെ നേരിട്ട് ജിൻമാനെ നേരിടുകയും ഇരുവരും തമ്മിൽ കടുത്ത പോരാട്ടം ആരംഭിക്കുകയും ചെയ്യുന്നു. പോരാട്ടത്തിൽ ജിൻമാൻ മേൽക്കൈ നേടുന്ന സമയത്താണ് ബെയിലെത്തി ജിൻമാനെ ലക്ഷ്യമാക്കി വെടിയുതിർക്കുന്നത്. ജിൻമാൻ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ജിൻമാനെ ജീവനോടെ പിടിക്കണമെന്നതാണ് നിർദ്ദേശം ലഭിച്ചതെന്ന് ഓർമ്മിപ്പിച്ച് ബെയിലിനെ ജെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ എന്റെ വഴിയിൽ നിൽക്കരുതെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയതല്ലേ എന്ന് പറഞ്ഞ് ബെയിൽ തന്റെ കത്തി ജെയുടെ കഴുത്തിൽ കുത്തുന്നു. ജെയെ മരിക്കാൻ വിട്ടിട്ട് ബെയിൽ ജിൻമാന്റെ പിന്നാലെ പോവുകയാണ്. ജിൻമാൻ ഒരു ക്രെയിനിൽ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടെയ്നറിനുള്ളിലേക്ക് കയറുന്നു. ക്രെയിൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചോങ് സ്യൂൾ ആ കണ്ടെയ്നർ ഉയർത്തി ഒരു ട്രക്കിലേക്ക് നീക്കുന്നു. അതിനിടെ ബെയിൽ വലിയൊരു ചാട്ടം നടത്തി കണ്ടെയ്നറിനുള്ളിൽ ഇറങ്ങുന്നു. ഉടൻ ജിൻമാൻ ഒരു റിമോട്ട് ഉപയോഗിച്ച് കണ്ടെയ്നറിന്റെ വാതിലടയ്ക്കുകയാണ്. അകത്ത് പൂർണ്ണമായ ഇരുട്ട് നിറയുന്നു. ജിൻമാൻ നൈറ്റ് വിഷൻ ഗോഗിൾസ് ധരിക്കുന്നുണ്ട്. തുടർന്ന് ഇരുവരും ഇരുട്ടിനുള്ളിൽ പോരാട്ടം തുടരുകയാണ്. ഇതെല്ലാം നടക്കുന്നതിനിടെ ചോൾ സ്യോങ്ങും ജിൻ വുവും ബ്രദറും ചേർന്ന് ക്രെയിൻ ട്രക്കിൽ കയറ്റി ഷിപ്പിംഗ് യാർഡിൽ നിന്നും രക്ഷപ്പെടുന്നു. അതേസമയം കുസനാഗിയുടെ സ്നൈപ്പർമാർ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ പരാജയപ്പെടുകയാണ്. കണ്ടെയ്നറിനുള്ളിൽ ജിൻമാനും ബെയിലിനും ഗുരുതരമായ പരിക്കേൽക്കുന്നു. ഒടുവിൽ ബെയിൽ ജിൻമാന്റെ നൈറ്റ് വിഷൻ ഗോഗിൾസ് ഊരിയെടുത്ത് സ്വയം ധരിക്കുകയാണ്. എന്നാൽ ജിൻമാന്റെ കയ്യിൽ ഇനിയും ഒരു രഹസ്യ തന്ത്രമുണ്ടായിരുന്നു. മറ്റൊരു റിമോട്ട് ഉപയോഗിച്ച് അദ്ദേഹം ആ ഗോഗിൾസിൽ ഘടിപ്പിച്ചിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിപ്പിക്കുകയാണ്. ബെയിലിന്റെ തലയുടെ ഇടതുഭാഗം മുഴുവൻ രക്തത്തിൽ മുക്കപ്പെടുന്നു. അതിനുശേഷവും ജിൻമാൻ അവന്റെ നേരെ വെടിയുതിർക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബെയിൽ മരിക്കേണ്ടതാണ്. എന്നാൽ അവർ അത് നമുക്ക് കാണിക്കുന്നില്ല. ഹെഡ് ക്വാർട്ടേഴ്സിൽ കുസനാഗിക്ക് ഒടുവിൽ പിന്മാറേണ്ടി വരുന്നു. ആ മുറിയിലെ ക്യാമറ അന്ന് രാത്രി റെക്കോർഡ് ചെയ്തിരുന്നോ എന്നവൾ ജീവനക്കാരോട് ചോദിക്കുന്നു. റെക്കോർഡിംഗ് നടന്നിട്ടില്ലെന്ന് അവർ മറുപടി നൽകുകയാണ്. മുറി വിട്ടിറങ്ങിയ ശേഷം തന്റെ സംഘാംഗമായ കെയോട് ഇത് കൈകാര്യം ചെയ്യാനാകുമോ എന്നവൾ ചോദിക്കുന്നത് കാണാം. അതിനവൻ അതേ എന്ന് മറുപടി പറയുന്നു. മിഷൻ പരാജയപ്പെട്ടത് കണ്ട മറ്റ് ബാബിലോൺ ജീവനക്കാർ വീട്ടിലേക്ക് പോകാനായി ബസ്സിൽ കയറുമ്പോൾ ആ ബസ് പൊട്ടിത്തെറിപ്പിക്കാൻ കുസനാഗി കെയ്ക്ക് ഉത്തരവിടുന്നു. ജെയുടെ മരണവും പരാജയപ്പെട്ട മിഷനും കണ്ട 2 ജീവനക്കാരും ആ ബസ് ഡ്രൈവറും അതിലുണ്ടായിരുന്നെങ്കിലും അവൾക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിൽ ജെയെ കൊന്നത് ബെയിലല്ല ജിൻമാൻ ആണെന്ന് എല്ലാവരോടും പറയാൻ കുസനാഗി കെയോട് നിർദ്ദേശിച്ചതായി കാണിക്കുന്നുണ്ട്. അതേസമയം കിം ജി വോണിന്റെ നേതൃത്വത്തിലുള്ള ക്ലീനിംഗ് സംഘം ഹാനം ദോയിൽ എത്തുന്നു. ജിൻമാന്റെ മരണത്തെ തുടർന്ന് ജിയാൻ ഗ്രാമം വിട്ടുപോയെന്നും ഇനി അവളുമായി ബന്ധപ്പെടാൻ കഴിയില്ലെന്നും ഗ്രാമവാസികളോട് പറയാൻ അദ്ദേഹം വൂജിനോട് ആവശ്യപ്പെടുന്നു. വൂജിൻ ജിയാനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവളുടെ കണ്ണിലേക്ക് പോലും നോക്കാൻ അവന് കഴിയുന്നില്ല. ഞാൻ വീട്ടിൽ കാത്തിരിക്കും എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു പോകുന്നു. അവന്റെ പിന്നാലെ പോകാൻ ജിയാൻ ശ്രമിക്കുമ്പോൾ മിൻഹെ അവളെ തടയുകയാണ്. അയൽ വീട്ടിലെ സ്ത്രീകൾ സ്നേഹത്തോടെ ഉണ്ടാക്കി നൽകിയ ഭക്ഷണങ്ങളെല്ലാം ജിയാൻ മിൻഹേക്ക് കാണിച്ചു കൊടുക്കുന്നു. സാധാരണ ഒരു ജീവിതം ജീവിക്കാൻ കഴിഞ്ഞത് എത്ര മനോഹരമായിരുന്നുവെന്ന് അവൾ പറയുന്നു.
ജിൻമാനോടൊപ്പമുള്ള തന്റെ ജീവിതത്തെക്കുറിച്ച് അവൾ വിഷമിക്കുകയും ഇവിടെ നിന്ന് പോകുന്നതിനു മുൻപ് ഒരിക്കലെങ്കിലും എല്ലാവരും ചേർന്ന് ഒരു നല്ല ഭക്ഷണം കഴിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്കിന് സമീപം നിൽക്കുമ്പോൾ വൂജിൻ ലൈറ്റ് ഹൗസിലെ വെളിച്ചം അണയുന്നത് കാണുന്നു. പിന്നാലെ ക്യൂവിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കപ്പൽ അവിടെ എത്തുന്നതും അവൻ കാണുന്നുണ്ട്. അവർ ജിയാനെ ലക്ഷ്യമിടുകയാണെന്ന് മനസ്സിലാക്കിയ വൂജിൻ അവളെ വിളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ ഫോൺ കാണുന്നില്ല. ക്യൂ ഉടൻ തന്നെ ആക്രമണം ആരംഭിക്കുന്നു. ശേഷിച്ച ക്ലീനിംഗ് സംഘത്തെ ഇല്ലാതാക്കാൻ അവൾ ഡ്രോണുകളെ അയക്കുന്നു. ജിയാനും മറ്റുള്ളവരും പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് വൂജിൻ ഓടിയെത്തി ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. മിൻഹ്യയും കിം ജെ വോണും ശത്രുക്കളെ തടഞ്ഞു നിർത്തുമ്പോൾ ജിയാനും വൂജിനും ഒരു രഹസ്യ വഴിയിലൂടെ ഡോക്കിലേക്ക് പോകുന്നു. ക്യൂ മിൻഹയുടെയും ജെയ്വോണിന്റെയും മേൽ സ്ഫോടക വസ്തുക്കൾ വർഷിച്ച ശേഷം ചെറിയൊരു സംഘവുമായി ജിയാനെ പിന്തുടരുന്നു. അതേസമയം അവളുടെ ബാക്കിയുള്ള ആളുകൾ വീട്ടിലേക്ക് കയറുകയാണ്. പക്ഷേ അവിടെ മിൻഹയും ജെയ്വോണും അവരെ പതിയിരുന്ന് ആക്രമിക്കുന്നു. ഇതിനിടെ വൂജിനെയും ജിയാനെയും ക്യൂവും അവളുടെ കൂടുതൽ ഡ്രോണുകളും പിന്തുടരുന്നു. ജിയാൻ തന്റെ തോക്കുപയോഗിച്ച് പല ഡ്രോണുകളും വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ഡോക്കിലെത്തിയപ്പോൾ ക്യൂ വൂജിന്റെ ട്രാക്ടറിലേക്ക് ഇടിച്ചു കയറുന്നു. ട്രാക്ടർ മറിഞ്ഞു വീഴുന്നു. അവർ കയറാൻ ഉദ്ദേശിച്ചിരുന്ന ബോട്ടും ക്യൂവിന്റെ ആളുകൾ പൊട്ടിത്തെറിപ്പിക്കുന്നു. തുടർന്ന് ക്യൂ വൂജിനെ ഭീഷണിപ്പെടുത്തി ജിയാൻ തനിക്കൊപ്പം വരണമെന്ന് ആവശ്യപ്പെടുന്നു. അതേ നിമിഷം മിൻഹ്യ എത്തി ക്യൂവിനെ ശക്തമായി അടിച്ച് താഴെയിടുന്നു. ക്യൂ ബോധം വീണ്ടെടുക്കുമ്പോഴേക്കും ജിയാനും മിൻഹ്യയും വൂജിനും ചേർന്ന് വൂജിന്റെ ബോട്ടിൽ കടലിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവർ കടലിലേക്ക് അകന്നു പോകുമ്പോൾ ക്യൂ തന്റെ ബൈക്ക് കടലോരത്ത് അറ്റത്തേക്ക് ഓടിച്ചെത്തി അതിൽ നിന്ന് ചാടി നേരെ ബോട്ടിലേക്ക് ഇറങ്ങുന്നു. അവളും മിൻഹ്യയും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. ഒടുവിൽ ജിയാൻ ഒരു ഫ്ലയർ ഗൺ ഉപയോഗിച്ച് ക്യൂവിനെ ബോട്ടിൽ നിന്നും താഴേക്ക് തെറിപ്പിക്കുന്നു. എന്നാൽ അപകടം അവിടെ അവസാനിക്കുന്നില്ല. കടലിന്റെ നടുവിൽ കാത്തുനിന്നിരുന്ന 2 ബോട്ടുകളിലെ ആളുകൾക്ക് ക്യൂ സന്ദേശം അയക്കുന്നു. അവർ ജിയാന്റെ ബോട്ടിലേക്ക് സ്ഫോടക വസ്തു എറിയുകയും തുടർന്ന് നിരന്തരം വെടിവെക്കുകയും ചെയ്യുന്നു. ദുരഭാഗ്യവശാൽ വൂജിന് വെടിയേൽക്കുന്നു. ജിയാന് പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള ഒന്നും കണ്ടെത്താനാകുന്നില്ല. രക്തം വാർന്ന് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ തനിക്കൊപ്പം സമയം ചിലവഴിച്ചതിന് അവൻ ജിയാനോട് നന്ദി പറയുന്നു. അതിനു പിന്നാലെ അവൻ ബോധരഹിതനായി വീഴുകയാണ്. കരഞ്ഞുകൊണ്ടിരുന്ന ജിയാൻ ബാല്യത്തിൽ ജിൻമാൻ പഠിപ്പിച്ചതുപോലെ അവന്റെ പേര് 3 പ്രാവശ്യം ഉറക്കി വിളിക്കുന്നു. അതൊരു അത്ഭുതം പോലെ ജിൻമാൻ ഹെലികോപ്റ്ററിൽ അവിടെ എത്തുകയാണ്. തുടർന്ന് ജിയാനെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആ 2 ബോട്ടുകളെയും അദ്ദേഹം നശിപ്പിച്ച് അവളെ രക്ഷിക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.